നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം തുടങ്ങുകയാണ്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ തുടക്കമാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലും കുറിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി കേരളത്തിലെ ഗ്രന്ഥപുരയുടെ പെരുന്തച്ചൻ എന്നറിയപ്പെടുന്ന പുതുവായിൽ നാരായണ പണിക്കരുടെ ചരമദിനം. കേരളത്തിലെ നിരവധിയായ സാധാരണ മനുഷ്യർക്ക് വായനയുടെ വെളിച്ചം പകർന്നു തന്ന ആ പുണ്യാത്മാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. കേരളത്തിൽ ആകമാനം ഇന്ന് വായനാ ദിനത്തിന് തുടക്കം കുറിക്കുകയാണ്. ചടയമംഗലം സബ് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായ ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഗവൺമെന്റ് യു പി ചടയമംഗലത്തും ഇന്ന് രാവിലെ സ്പെഷ്യൽ അസംബ്ലിയോടുകൂടി വായനാ ദിനത്തിന് തുടക്കം കുറിച്ചിരിക്കുക. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുകയും അതിലൂടെ വായനയുടെ വസന്തം തീർക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. PTA-യുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ പരിപൂർണ സഹകരണത്തോടെ കൂട്ടായ്മയോടുകൂടിയാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതിന് വേണ്ടി മൊബൈലിൽ ഇങ്ങനെ ശീലിച്ച് അതിന്റെ അഡിക്റ്റായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും പുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആശ്രയിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. അതിൽ നിന്നുകൂടി ഒരു മോചനം നമ്മുടെ സ്കൂളുകളിലുള്ള ഗ്രന്ഥശാലകൾ, ലൈബ്രറി കുട്ടികൾക്കായി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളിലൂടെ അതിലൂടെ തന്നെ അമ്മ വായനയിലൂടെ ഒക്കെയുള്ള വലിയ വലിയ പദ്ധതികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഞങ്ങളുടെ കുട്ടികൾ പൊതുവെ നന്നായി വായിക്കുന്ന കുട്ടികളാണ്. പത്രമായാലും എല്ലാത്തരം പത്രങ്ങളും ഇവിടെയുണ്ട്. ഉണ്ടാകുന്നത് കേവലം ഒരു ദിനാചരണമായി മാത്രമല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട്, ഒരു തുടർ പ്രവർത്തനമായിട്ട് കൊണ്ടുപോകാനും മികച്ച വായനാക്കുറിപ്പുകൾ എഴുതുന്ന കുട്ടികൾക്ക് സമ്മാനം നൽകാനും, അത് വായന മാത്രമല്ല കവിത ചൊല്ലൽ, കഥ പറയൽ, അങ്ങനെ എല്ലാത്തരം പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ ഈ സുദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ചടയമംഗലം ഗവൺമെന്റ് UPSന്റെ വായനാ ദിന ആശംസകൾ നേരുകയാണ്. എല്ലാവരെയും നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ്. വിവിധ പ്രവർത്തനങ്ങളിൽ നാളിതുവരെ നിങ്ങൾ നൽകുന്ന സ്നേഹവും പിന്തുണയുമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ വളർച്ചയുടെ അടിസ്ഥാനം. അതിലെല്ലാം ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വായനാ ദിനത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, ഋതുഭേദങ്ങളുടെ രാജകുമാരൻ, വിപ്ലവ വസന്തം തീർത്ത വയലാറിന്റെ പ്രിയപുത്രൻ ശ്രീ വയലാർ രാമവർമ്മയുടെ കാടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിതയുടെ ഒരു 8 വരികൾ ഞാനന്ന് ആലപിക്കുകയാണ്. കവിതയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, കവിതയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്കായി ഒരു 8 വരി കവിത സമർപ്പിക്കുകയാണ്. വയലാർ രാമവർമ്മയുടെ കാടക എന്ന ദ്രാവിഡ രാജകുമാരൻ. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ, വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ, പാർവതീ പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം കാടക, താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനേ. സ്ത്രീഹൃദയത്തിനുന്മാദമുണർത്തും ആ മോഹന ഗോപാംഗ ഭംഗി മുകർന്നവൾ കണ്ണെടുക്കാതൊരഭൗമ രോമാഞ്ചമായി നിന്നാൾ
സലജ്ജം സകാമം സവിസ്മയം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ. നന്ദി, നമസ്കാരം.